നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് രാജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലോകമായിട്ട് നിരന്തരമായിട്ടും കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്രവുമുണ്ട്. ഞാനും അതുപോലെ തന്നെ ക്ഷേത്രവും. അപ്പോൾ അത് എല്ലാ മേഖലയിലും അത് ബാധകമാണ്. ഇപ്പം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു ഫീൽഡ് എന്നുള്ള അർത്ഥത്തിലെടുക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലെടുക്കാം. ഇൻട്രാക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഫിലോസഫീസിൽ പല രീതിയിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പുരുഷനും പ്രകൃതിയും, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും, യിങ് ആൻഡ് യാങ്, ഇങ്ങനെ പല രീതിയിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ഉയരുന്നത്? ഈ കമ്മ്യൂണിക്കേഷനിലൂടെ എന്താണ് ഉയരുന്നത്? ആരാണ് ഉയരുന്നത്? രണ്ടും പരസ്പരം സഹായിച്ചുകൊണ്ടാണ് ഇവിടെ ഉയർച്ച സംഭവിക്കുന്നത്. ക്ഷേത്രം ക്ഷേത്രജ്ഞനിലൂടെ ഉയരുന്നു. ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തിന്റെ പ്രസൻസ് കാരണം ഉയരുന്നു. സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഇത് പ്രസിദ്ധമായിട്ടൊരു ശ്ലോകമാണ്. ഗുരുവും ശിഷ്യനും പ്രാർത്ഥനയിലാണ്. പരസ്പര സഹായത്തോടു കൂടിയിട്ട് ഉയരട്ടെ എന്നാണ്. അപ്പം ആരാണ് ഗുരു, ആരാണ് ശിഷ്യൻ? ഗുരു ഒരിക്കലും ഞാനൊരു ഗുരുവാണ് എന്ന് ചിന്തിക്കില്ല. ഗുരു എപ്പോഴും ശിഷ്യൻ തന്നെയാണ്. ശിഷ്യന് എപ്പോഴും ആ ഹ്യൂമിലിറ്റി വേണം. ഞാൻ എത്ര പഠിച്ചാലും ഞാൻ ശിഷ്യൻ തന്നെയാണ്, ഗുരുവിൻ്റെ ശിഷ്യനാണ്. ഇപ്പം രണ്ടുപേരുടെ ഉള്ളിലും ലേണർ എന്നുള്ള ആ മനോഭാവം വേണം. ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതോട് കൂടിയിട്ട് അഹംഭാവം കടന്നു വരികയാണ്. എറ്റേണൽ ലേണിംഗ് നമ്മൾ ചരിത്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഗുരു ശിഷ്യ ബന്ധം സ്ക്രിപ്റ്റേഴ്സിൽ കാണാം. ഉപനിഷത്തുകളിൽ ഒരു ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കും. പലപ്പോഴും ഈ ശിഷ്യൻ ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തുന്നതും കാണാം. രാമാനുജാചാര്യരുടെ കഥ. രാമാനുജാചാര്യർ ഒരിക്കലും തൻ്റെ ഗുരുവിനെ കാണാൻ വന്നപ്പോൾ ഗുരു രാമാനുജാചാര്യ പ്രതിഷ്ഠം വെച്ചിട്ട് നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർക്ക് അത്ഭുതമായി, ഇങ്ങനെ ചെയ്യാൻ പാടും, ഗുരു എങ്ങനെയാ ശിഷ്യനെ വന്ദിക്കുക? ഇപ്പോൾ രാമാനുജാചാര്യ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രഗത്ഭനായിട്ട് ഗുരു ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ ശാസ്ത്രങ്ങളെ ഫോളോ ചെയ്യുന്നത്? ഗുരുവാണ് ശാസ്ത്രം. അപ്പോൾ ഇവിടെ ഗുരു ശിഷ്യനെ വന്ദിക്കുന്നു, ഗുരു ശിഷ്യന്റെ പ്രസൻസ് കൊണ്ട് ശോഭിക്കുന്നു. രാമകൃഷ്ണ പരമഹംസൻ ലോകത്തിൽ സ്വാമി വിവേകാനന്ദനിലൂടെയാണ് അറിയപ്പെടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തിൽ അറിയപ്പെട്ടത് വേദവ്യാസനിലൂടെയാണ്. ഭഗവാൻ ശ്രീരാമൻ അറിയപ്പെടുന്നത് വാൽമീകിയിലൂടെയാണ്. ജീസസ് ക്രൈസ്റ്റ് ബാപ്റ്റൈസ് ചെയ്യപ്പെട്ടത് ജോൺ ദ ബാപ്റ്റിസ്റ്റിലൂടെയാണ്. അപ്പോൾ അവരുടെ പ്രീവിയസ് ജന്മങ്ങളിൽ റിവേഴ്സ്ഡ് ആയിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ജീസസ് ക്രൈസ്റ്റ് ഗുരുവും ജോൺ ദ ബാപ്റ്റിസ്റ്റ് ശിഷ്യനുമായിട്ട് ജന്മങ്ങളുണ്ടായി എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് വിവാഹ ബന്ധങ്ങൾ. ഭർത്താവും ഭാര്യയും. ഭർത്താവ് ഭാര്യയാൽ ഉയർത്തപ്പെടുന്നു. ചാരുജി മഹാരാജ് പറയും, പുരുഷൻ എന്ന് പറയുന്നത് ഈഗോനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ആ ഈഗോ സബ്ലിമേറ്റ് ചെയ്യാൻ സ്ത്രീ പുരുഷനെ ഹെൽപ്പ് ചെയ്യും. നേരെ മറിച്ചിട്ട് സ്ത്രീ സ്നേഹസ്വരൂപമാണ്, ഹൃദയമാണ്. പക്ഷേ ആ സ്നേഹത്തെ അറ്റാച്ച്മെന്റിലേക്ക് ഡൈവേർട്ട് ചെയ്യാതിരിക്കാൻ, യഥാർത്ഥ വിശുദ്ധത്തിലേക്ക് നയിക്കാൻ ഭർത്താവ് ഗുരുനാഥന്റെ സ്ഥാനം എടുക്കുന്നു. അപ്പൊ ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് ഇതിൻ്റെ അപ്പുറം. കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിക്കേറ്ററും കമ്മ്യൂണിക്കേഷൻ ഫീൽഡും എല്ലാം യോജിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഒരിക്കലും അഹന്ത അവിടെ കടന്നു വരരുത്. ഞാനാണ് ചെയ്യുന്നതെന്ന് അഹന്ത കടന്നു വരരുത്. നമ്മുടെ മാസ്റ്റേഴ്സിന്റെ ഉദാഹരണം എടുത്താൽ അറിയാം. ലാലാജി മഹാരാജും ബാബുജി മഹാരാജും. ലാലാജി മഹാരാജ് ബാബുജി മഹാരാജിനെ ട്രാൻസ്മിഷനിലൂടെ ഉയർത്തി. ബാബുജി മഹാരാജ് ഒരു പൂർവ്വജന്മത്തിൽ പതഞ്ജലി മഹർഷി തന്നെ ആയിരുന്നു എന്ന് ബാബുജി മഹാരാജ് തന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജന്മത്തിൽ ലാലാജി മഹാരാജിന്റെ പ്രസൻസ് കാരണം ഒരു കാറ്റലിസ്റ്റ് പോലെ ബാബുജി മഹാരാജ് ഉയരുകയാണ് ചെയ്തു. ഫൈനൽ ലെവൽസ് എത്തിയപ്പോൾ ബാബുജി മഹാരാജിന് ലാലാജി മഹാരാജ് മുൻപോട്ട് പോയിക്കാനുള്ള പെർമിഷൻ കൊടുക്കുക. അൾട്ടിമേറ്റിൽ നിന്ന് സിറ്റിംഗ് എടുക്കാൻ ബാബുജി മഹാരാജിനെ മുമ്പിലേക്ക് കടത്തി വിട്ടുക. ബാബുജി മഹാരാജ് ആ സ്രോതസ്സുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ലാലാജി മഹാരാജ് ഒരു കൈ പിടിച്ചിട്ട് ബാബുജി മഹാരാജിനെ റെഗുലേറ്റ് ചെയ്തതാണ്. കാരണം ബാബുജി മഹാരാജ് അതിലേക്ക് പൂർണ്ണമായിട്ട് മർജി ഡിസപ്പിയർ ചെയ്താൽ നമുക്കൊരു സ്പെഷ്യൽ പേഴ്സണാലിറ്റി ഈ ലോകത്തുണ്ടാവില്ല. അപ്പോൾ ബാബുജി മഹാരാജിന്റെ നിസ്വാർത്ഥത നോക്കും. തൻ്റെ ഗുരുവിൻ്റെ ആ കൺട്രോളിൽ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ലാലാജി മഹാരാജിന്റെ ഹ്യൂമിലിറ്റിയോ, തനിക്ക് സിറ്റിംഗ് എടുത്തിട്ട് മർജിയായിരുന്നു, പക്ഷേ ബാബുജി മഹാരാജിന് മുമ്പോട്ട് കടത്തി വിട്ടു. എന്തുകൊണ്ട്? ഈ ലോക നന്മയ്ക്ക് രണ്ട് ആവശ്യമാണ്. രണ്ട് വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും എപ്പോഴും ആവശ്യമാണ്. അവരുടെ അൾട്ടിമേറ്റ് കൾമിനേഷനാണ് ഗുരു ശിഷ്യ ബന്ധം. ഗുരു ശിഷ്യനിലേക്ക് സംപ്രേഷണം നടത്തുന്നു. അപ്പോൾ ശിഷ്യൻ സ്വീകരിക്കുന്ന തലത്തിലാവും. അതേസമയത്ത് തന്നെ ശിഷ്യൻ തൻ്റെ സ്വഭാവ പരിവർത്തനത്തിലൂടെ
തന്നിൽ വരുന്ന മാറ്റങ്ങൾ ട്രാൻസ്ഫോർമേഷനിലൂടെ ഗുരുവിന് കാണിച്ചു കൊടുക്കുന്നു ഏതൊക്കെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചിട്ട് ഞാൻ ഈ തലത്തിലെത്തിയത്. ബാബുജി മഹാരാജ് ടുവേർഡ്സ് ഇൻഫിനിറ്റി എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥം രചിച്ചത് ഒരു അഭ്യാസിയുടെ റെക്കോർഡ്സിലൂടെയാണ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അഭ്യാസി ഒരനുഭവം പറയുമ്പോൾ ബാബുജി മഹാരാജ് മനസ്സിലാക്കുന്നു ഞാൻ ഈ വഴിയിലൂടെയാണ് കടന്നുപോയത്. ആദ്യം പോയ ആള് എങ്ങനെയൊക്കെയോ എത്തി. നമ്മൾ ഭൗതിക തലത്തിൽ തന്നെ പഠിച്ചിട്ട് ഞാൻ ഡോക്ടറായി, പഠിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഡോക്ടറായി. ഇപ്പം എൻ്റെ മകള് പഠിച്ചിട്ട് മെഡിസിൻ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഓരോ സ്റ്റേജിലും എന്തൊക്കെ ഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു, അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതേസമയത്ത് തന്നെ ഞാൻ ഇവോൾവ് ചെയ്യണം. ഞാൻ കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാത്തപ്പോൾ ഞാൻ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചിങ് പ്രൊഫഷനിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള എക്സ്പീരിയൻസസ് നമുക്ക് സ്വായത്തമാക്കാനും ഇനി അങ്ങോട്ട് പഠിപ്പിക്കാൻ കൂടുതൽ കഴിവ് ഉണ്ടാക്കാനും നമ്മളെ സഹായിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഈ ഒരു വശം, കോൺവെർസേഷൻ്റെ ഈ ഒരു വശം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ കേൾക്കുന്നവരും സംസാരിക്കുന്നവരും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.